ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം ഇന്ന് അല്പസമയത്തിനകം ഓൺലൈനായി യോഗം ചേരും. JDU അധ്യക്ഷൻ നിതീഷ് കുമാറിനെ മുന്നണി കൺവീനറായി പ്രഖ്യാപിച്ചേക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത്തരത്തിൽ ഒരു സഖ്യ നീക്കം തുടങ്ങിയതിനു ശേഷം പല കാര്യങ്ങളിലും ഏകാഭിപ്രായമില്ലായിരുന്നു. ഇന്ന് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും? ഈ നിതീഷ് കുമാറിനെ കൺവീനറാക്കിയുള്ള പ്രഖ്യാപനം അതിന് സാധ്യതയുണ്ടോ ബൽറാം? ഉന്മേഷ്, നിതീഷ് കുമാറിനെ കൺവീനറായി തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടായേക്കുമെന്ന സൂചനകൾ തന്നെയാണ് മുന്നണിയിലെ വിവിധ പാർട്ടികളിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുകയും അതിനായി വിവിധ പാർട്ടികളുമായി സംസാരിച്ച് ഏകോപനമുണ്ടാക്കുകയും ചെയ്ത നിതീഷ് കുമാറിന് തന്നെ അവഗണിച്ചു എന്ന ഒരു മനോഭാവം ഇപ്പോൾ ഉണ്ട്. കാരണം അദ്ദേഹം പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ തവണ പ്രത്യേകിച്ചും യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് എടുത്ത് പറഞ്ഞ ഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന് അതൃപ്തി ഇക്കാര്യത്തിൽ ശക്തമായി തന്നെയുണ്ട്. ഈ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പിന്നീട് പല തരത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സീറ്റുകൾ തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പരിഹരിക്കുന്നതിനായി കോൺഗ്രസ് തന്നെ നേരിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുകയും ഈ ചർച്ചയിലൂടെ ഈ പാർട്ടികളുമായി ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കവുമാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഓൺലൈൻ യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നതും. ഈ ഓൺലൈൻ യോഗത്തിൽ കൺവീനർ, ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ, ഒരു ട്രഷറർ പദവി ഉൾപ്പെടെയുള്ളവ പരിഗണിക്കണമെന്ന ആവശ്യമുണ്ട്. ഇതിനെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം യോഗം ആരംഭിക്കും.